പെരുമഴയത്ത് ഒരു തെയ്യം കാണാൻ പോയാലോ? അതും ഉത്തര മലബാറിലെ ഏറ്റവും നീളമുള്ള മുടിയുള്ള തെയ്യത്തിന് പോവാ. കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് മാണിയൂർ കിഴക്കൻകാവിലെ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി കാണണമെന്നുള്ളത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിലായിട്ടാണ് ഈ ശക്തമായ മഴയിൽ ഈ ഏറ്റവും നീളമുള്ള മുടിയുള്ള തെയ്യത്തെ കാണാനുള്ള അവസരം ലഭിച്ചത്. ശ്രീ പോർക്കലി ഭഗവതി തിരുമുടി കാണാനായിട്ട് ഞാനിപ്പോൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മാണിയൂർ കിഴക്കൻ കാവിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് തെയ്യക്കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെക്കിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാണിയൂർ കിഴക്കൻ കാവിലാണ് കേട്ടോ. അപ്പോൾ കാവിൻ്റെ അടുത്ത് തന്നെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഉത്തര മലബാറിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളിൽ ഏറ്റവും നീളമേറിയ മുടിയുള്ള ഭഗവതിയാണ് ഈ ചെക്കിക്കുളത്തുള്ള കിഴക്കൻ കാവിലുള്ള പോർക്കലി ഭഗവതിയുടെ തിരുമുടി. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് കാണണമെന്ന് വിചാരിച്ച ഒരു തെയ്യമായിരുന്നു കേട്ടോ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള നമ്മുടെ കളരിവാതിക്കലുള്ള ക്ഷേത്രത്തിലെ തിരുമുടിയൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ വലുപ്പമുള്ള തിരുമുടിയാണ് കളരിവാതിക്കലുള്ള തിരുമുടി. പക്ഷേങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നീളമേറിയ മുടിയുള്ളത് ചെക്കിക്കുളത്തുള്ള കിഴക്കൻകാവിലെ ഭഗവതിയുടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഇവിടെയുള്ള തെയ്യങ്ങളെ പറ്റിയുള്ള കാഴ്ചകളും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ.
തിരുമുടി വളരെ നേരത്തെ തന്നെ വെക്കും. ഏകദേശം 7:30 ആകുമ്പോഴേക്ക് തന്നെ തിരുമുടി വെക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് 6-6:15 ആയിരം വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു. വരുന്ന സമയം നല്ല മഴ കിട്ടി. നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ കാവിൻ്റെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കാവിലെ കമ്മിറ്റിക്കാരെയും പിന്നെ നാട്ടുകാരെയാണ് ഏറെ പ്രശംസിക്കേണ്ടത്. കാരണം ആ ഒരു മഴയും പിന്നെ കുറേ ദുർഘടമായ എന്താ പറയുക ചെളിയും അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സിലൊക്കെ അവർ അതൊന്നും വകവയ്ക്കാണ്ടാണ് തിരുമുടിയൊക്കെ ഉയർത്തി വെച്ചത്. ഭയങ്കര അത്രയും വെയിറ്റുള്ള അത്രയും വലിപ്പമുള്ള മുടി എടുത്ത് പൊന്തിക്കുക എന്നെല്ലാം പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം തിരുമുടി പൊന്തിക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറ്റടിച്ച സമയത്ത് എന്താ പറയുക മുടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചായുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി പിടിച്ച് വലിച്ചിട്ടൊക്കെ ആയിരുന്നു അത് നിർത്തിയത്. അത് കാണുമ്പോൾ നമുക്കും കുറച്ചൊരു ടെൻഷൻ വരും കേട്ടോ. അത് വളരെ എന്താ പറയുക പറഞ്ഞറിയിക്കണം. നേരിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. പെട്ടെന്ന് ഇത്രയും വലിയൊരു കൂറ്റൻ മുടി ഇങ്ങനെ ചെരിഞ്ഞിട്ടെല്ലാം വരുമ്പോൾ നമുക്കൊരു പാനിക്കാവും. പക്ഷേ അവരൊക്കെ കുറേ വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. അവരത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു. പല ആളുകളിലും പല പ്രദേശങ്ങളിലും ഓരോ ആളുകൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കാവിൻ്റെ അടുത്ത് തന്നെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കേട്ടോ. ക്ഷേത്രത്തിലെ കുളമാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നേരം വേറെയും കൗതുകമായിട്ട് ഒരു കാഴ്ച കണ്ടു. ഇവിടെ ഈ കുളത്തിലുള്ള കുറേ മീനുകളുണ്ടല്ലോ, അത് മുട്ടയിടേണ്ടിയിട്ട് കരയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞിട്ട് നേരെ തൊട്ടടുത്തുള്ള ചെറിയൊരു കണ്ടം ഉണ്ടെന്ന് പറഞ്ഞു, ചെറിയൊരു വയലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ മുട്ടയിടാൻ പോകും പോലും. ഈ മഴക്കാലത്താണ് ഇതിൻ്റെ പ്രജനന കാലം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള മീനുകൾ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പോകുന്നുണ്ട്. അത് അവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, വീഡിയോയിൽ കാണിച്ചു തരാം. അക്കരെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കുറേ ഫിഷ് ഇങ്ങനെ പിടക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ കണ്ടപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും പൂച്ചയായിട്ടും വന്ന് പിടിച്ചതാണെന്നാണ്. പക്ഷേ ഇവിടെയുള്ള ക്ഷേത്രത്തിലെ ആൾക്കാരാണ് പറഞ്ഞത് ഈ മീന് മുട്ടയിടേണ്ടിയിട്ട് ഇവിടുന്ന് കുളത്തുനിന്ന് നേരെ കരയിലേക്ക് കയറി അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ കല്ലിൻ്റെ ഇടയിലോട്ട്, അതിലോട്ടൊക്കെ നുഴഞ്ഞ് നേരെ അപ്പുറത്തുള്ള കണ്ടത്തിലേക്ക് പോവുക ചെയ്യുക. അവിടെയാണ് ഈ മത്സ്യങ്ങൾ മൊത്തം മുട്ടയിടുന്നത്. ഇത് ശരിക്കും ഒരു കൗതുകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. മീനുകൾ ഇങ്ങനെ കരയിലേക്ക് പോയി എന്നിട്ട് ഇങ്ങനെ നുഴഞ്ഞു കയറി നേരെ അക്കരയിലൊക്കെ പോകുന്നത്. കാരണം നമ്മളെ ഫിഷിനെ അധികം ഇങ്ങനെ വെള്ളത്തിലല്ലേ കാണുന്നുള്ളൂ. ഞാൻ മുന്നേ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഈ വയലിൽ വെള്ളമില്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലീഗലാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന മീനിനെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ട്രോളിങ്ങിൻ്റെ നിയമത്തിൻ്റെ ഒക്കെ ഉൾപ്പെടുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. കാരണം ഇത് മുട്ടയിടാൻ പോകുന്നതാണല്ലോ, ബ്രീഡിങ്ങിന് പോകുന്നതാണല്ലോ. അപ്പോൾ അതിനെ പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വംശത്തിനെ തന്നെ എന്താ പറയുക നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മീനിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദയവേദി നിങ്ങളാരും പിടിക്കാൻ നിൽക്കരുത്. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ തരം മത്സ്യങ്ങൾ ഇപ്പം വളരെ റെയറാണ്. അങ്ങനെ കുറേ വംശനാശം വന്നിട്ടുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം കാണുകയാണെങ്കിൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെക്കേഷൻ സമയത്തെല്ലാം ചിലപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളും കണ്ടുവന്ന് വരും. അപ്പം ദയവേത് ഇങ്ങനെയുള്ള കരയിലേക്ക് ഇങ്ങനെ അഴിഞ്ഞ് മുട്ടയിടാൻ പോകുന്ന മീനുകളൊന്നും പിടിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ വരുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് വരുന്നത്. ഇതിൻ്റെ ഇവിടെ തന്നെ ആയിട്ട് സൂര്യ ഭഗവാന്റെയും ചെറിയൊരു പ്രതിഷ്ഠ പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ തലശ്ശേരി കതിരൂര് സൂര്യനാരായണ ക്ഷേത്രത്തിലാണ് കണ്ടിട്ടുള്ളൂ. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ അടുത്തുള്ള കുളമുണ്ട്, പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ മരങ്ങളുണ്ട്. എല്ലാം നല്ല രസമാണ് കാണാൻ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ ഇവിടെ കയറി തൊഴുന്നതിന് മുന്നേ എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ക്യാമറ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തെയ്യത്തിനെ മൊത്തം ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ക്യാമറേൻ്റെ ചാർജ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ബാറ്ററി എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടോ, റോഡൊക്കെ മൊത്തം വെള്ളം ഇങ്ങനെ ഒഴുകുന്നതാണ്. ഹലോ, കുറേ ആൾക്കാർ ഇപ്പം ക്ഷേത്രത്തിലേക്കെല്ലാം പോകുന്നുണ്ട്. പിന്നെ കാവിൽ വന്ന അധികം ആൾക്കാരും നേരെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള തന്നെ ഒരു വീട്ടിലാണ് കൊടുത്തത്. ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് കളക്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്യാമറ കളക്ട് ചെയ്തു കേട്ടോ. ഇടയ്ക്ക് കറണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുറച്ച് പെർസെൻറ്റേജ് കറണ്ട് ചാർജ് കയറിയിട്ടുണ്ട്. കാരണം ഞാൻ വരുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പാടമൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം. പിന്നെ ഇവിടെ മാണിയൂർ കിഴക്കൻകാവിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നദാനം 9 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഞാനത് നോട്ടീസിലും പിന്നെ ന്യൂസിലെ ആർട്ടിക്കിളിലെല്ലാം കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമായിപ്പോയി കേട്ടോ. നമുക്കിനി അവിടെ പോയിട്ട് അന്നദാനം കഴിക്കാം, തിരക്കില്ലെങ്കിൽ കഴിക്കാം. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. എന്തോ ഒരു മാങ്ങ കാണുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ എനിക്കൊരു മാങ്ങ കിട്ടി കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുഞ്ഞിമംഗലം മാങ്ങേനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേതാ മാങ്ങ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ നാട്ടിലെ ചിലപ്പം സ്പെഷ്യലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ആയിരിക്കും. നല്ല സ്മെല്ലുണ്ട്.
ഈ മാങ്ങ ഏതാണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. സമയം 9:54 കേട്ടോ. രാവിലെ 10 മണി ആവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ ഇതാ അന്നദാനം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 9 മണിയാകുമ്പോഴേക്കും ഇവിടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ ആ തെയ്യത്തിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അതിനുശേഷം വീണ്ടും നല്ല മഴ പെയ്തു. ഞാൻ അവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുറച്ച് സമയം നിന്നു. സമയം അങ്ങനെ 10 മണി ആവാൻ പോകുന്നു. നമുക്ക് പോയിട്ട് അന്നദാനം കഴിക്കാം. കേട്ടോ കുറച്ച് മതിയേ. ആ കിട്ടുന്നുണ്ടോ നമ്മളെല്ലാം തലയിലുണ്ടാവുക? ഉണ്ട്. ആ അപ്പം 10 മണിയാകുമ്പോഴേക്ക് എനിക്ക് ഭക്ഷണം കിട്ടി കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. ഞാൻ കുറേ കാവുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര നേരത്തെ അന്നദാനമുള്ള ഒരു കാവ് അപൂർവമായിട്ടാണ് കേട്ടോ. തെയ്യെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാമായിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ വന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്കായിരുന്നു റോഡ് സൈഡിൽ ഞാനൊരു ബോർഡ് ശ്രദ്ധിച്ചത്, കുറ്റ്യാട്ടൂർ മാമ്പഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുഞ്ഞുമംഗലം മാങ്ങേനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ മാങ്ങേനെ പറ്റിയിട്ടെല്ലാം അറിയാൻ പറ്റിയതിൽ കുറേ പേർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ കുറ്റ്യാട്ടൂരും കൂടി വന്നിട്ട് ഈ മാങ്ങേനെ പറ്റിയിട്ടും ഒന്ന് ജസ്റ്റ് വീഡിയോയിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു നഴ്സറീൻ്റെ മുന്നിലാണ് ഞാൻ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തരാം. ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഏട്ടനാണ് ഫോൺ എടുത്തത്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയാണ്, പിന്നെ മാങ്ങ സീസൺ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. കുറ്റ്യാട്ടൂർ മാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്തത് നഴ്സറിൻ്റെ പുറകിൽ ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കാഴ്ചകളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടംപോലെ കുറ്റ്യാട്ടൂർ മാങ്ങയുടെ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ കടേൻ്റെ നമ്പറും ഇതും ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ മുന്നേ വീഡിയോ ചെയ്തേരം കുറേ പേര് മാങ്ങയുടെ തൈ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് വേറൊരു കാര്യം കൂടി ചോദിച്ചു. ഈ കുഞ്ഞിമംഗലം മാങ്ങ, പിന്നെ കണ്ണപുരം മാങ്ങ, കുറ്റ്യാട്ടൂർ മാങ്ങ ഇതൊക്കെ ഒന്നാണോ എന്ന് ഞാൻ ചോദിച്ചു. കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചെങ്കിൽ എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ ഡിഫറൻറ്റ് സോയിലാണല്ലോ. അത് ഇവിടെയുള്ള മണ്ണും അവിടെയുള്ള മണ്ണും ചിലപ്പം അതിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ രുചിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങാ തൈയൊക്കെ വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ആ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ഞാൻ അകത്തേക്കൊന്നും ഇവിടെ വേറെ എവിടെയും കയറാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. എന്നെ പെട്ടെന്ന് റെയിൻകോട്ട് ഇട്ടിട്ട് ഞാൻ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.